കേരളം വലത്തേക്ക് 100 കടന്ന് UDF. കേരളത്തിൽ 10 വർഷത്തെ പിണറായി ഭരണത്തിന് അവസാനം കുറിച്ചു. 102 സീറ്റുകളിൽ വിജയിച്ച് UDF അധികാരത്തിലേക്ക് എത്തുന്നു. LDFന് 32 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. BJP ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റുകൾ നേടി. CPMന്റെ ഉരുക്കുകോട്ടകളിൽ പോലും പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ രാജിവെച്ചു. രാജിക്കത്ത് ദൂതൻ വഴി കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. കണ്ണൂരിലെ വസതിയിൽ കഴിയുന്ന അദ്ദേഹം തലസ്ഥാനത്തെത്താതെ പ്രത്യേക ദൂതൻ വഴിയാണ് രാജിക്കത്ത് രാജ്ഭവനിലെത്തിച്ചത്. പിണറായി വിജയന്റെ രാജി സ്വീകരിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പാർട്ടിക്കേറ്റ കനത്ത ആഘാതത്തെക്കുറിച്ച് പിണറായി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഭരണഘടനാപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി തുടരും. സംസ്ഥാനത്തെ 13 മന്ത്രിമാർ പരാജയപ്പെട്ടു. കേരളത്തിൽ വീശിയടിച്ച UDF സുനാമിയിൽ LDF മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം ഒഴുകിപ്പോയി. 13 മന്ത്രിമാരാണ് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന P. രാജീവ്, MP. രാജേഷ്, KK. ശൈലജ എന്നിവർ പരാജയപ്പെട്ടു. V. ശിവൻകുട്ടി, VN. വാസവൻ, R. ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K. ചിഞ്ചുറാണി, ഗണേഷ് കുമാർ, V. അബ്ദുറഹ്മാൻ, AK. ശശീന്ദ്രൻ, OR. കേളു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ് എന്നിവരും UDF തരംഗത്തിൽ കടപുഴകി. പറവൂരിൽ വിജയാഘോഷം അപകടത്തിൽ കലാശിച്ചു. പടക്കം പൊട്ടിത്തെറിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ വിരലറ്റു. പറവൂർ സ്വദേശിയായ സുധീഷിനാണ് പടക്കം പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. സ്ഫോടനത്തിൽ സുധീഷിന്റെ ഇടത് കൈവിരൽ അറ്റുപോവുകയും കൈപ്പത്തിയുടെ ഒരു ഭാഗത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് UDF 100ലേറെ സീറ്റുകൾ നേടി ഭരണമുറപ്പിച്ചതോടെ പറവൂർ മണ്ഡലത്തിൽ പ്രവർത്തകർ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പടക്കം പൊട്ടിക്കുന്നതിനിടെ കയ്യിലിരുന്ന ഗുണ്ട് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. രക്തം വാർന്ന നിലയിൽ സുധീഷിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുസ്ലിം ലീഗിന് നിയമസഭയിൽ ആദ്യ വനിതാ MLA. LDFന്റെ ഉറച്ച കോട്ടയായ പേരാമ്പ്രയിൽ അട്ടിമറി വിജയം നേടിയ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ ആദ്യ ലീഗ് വനിതാ MLA ആയി. മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ TP രാമകൃഷ്ണനെ 5087 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തെഹ്ലിയ ചരിത്രം കുറിച്ചത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA എന്ന ബഹുമതിയും ഇതോടെ ഫാത്തിമ തെഹ്ലിയയ്ക്ക് സ്വന്തമായി. തന്റെ വിജയം മുസ്ലിം ലീഗിലെ ഓരോ പുതിയ ചരിത്ര നിയോഗമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് ചരിത്ര വിജയം. കേരള രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം നേടി. 85,327 വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷം നേടിയാണ് കുഞ്ഞാലിക്കുട്ടി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്നും KK. ശൈലജ നേടിയ 60,963 വോട്ടുകളുടെ റെക്കോർഡാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പടയോട്ടത്തിൽ തകർന്നത്. കുഞ്ഞാലിക്കുട്ടി 1,31,166 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് വെറും 46,092 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ട്വന്റി കനത്ത തിരിച്ചടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച 2020 സ്വന്തം തട്ടകമായ കുന്നത്തുനാട്ടിൽ പോലും ചലനമുണ്ടാക്കാനായില്ല. കഴിഞ്ഞ തവണ 2020യും BJPയും വെവ്വേറെ മത്സരിച്ചപ്പോൾ ലഭിച്ച ആകെ വോട്ടുകളെ അപേക്ഷിച്ച് 9,000-ലേറെ വോട്ടുകളുടെ കുറവാണ് ഇത്തവണ സഖ്യത്തിനുണ്ടായത്. 2020യിലൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാമെന്ന BJP തന്ത്രം അവിടെ പരാജയപ്പെട്ടു. പന്ത്രണ്ടിൽ 0 ജോസ് കെ മാണിക്ക് ദയനീയ പരാജയം. കേരള കോൺഗ്രസ് മത്സരിച്ച 12 സീറ്റുകളിൽ പരാജയപ്പെട്ടത് ഇടതുമുന്നണിയെയും കേരള കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ഹൃദയഭൂമിയായ പാലായിൽ ജോസ് കെ മാണി നേരിട്ട പരാജയം രാഷ്ട്രീയ കേരളത്തിന് വലിയ അത്ഭുതമായി. ജോസ് കെ മാണിക്ക് പുറമെ മന്ത്രിമാരായിരുന്ന റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പായിരുന്ന N. ജയരാജ് എന്നിവരും പരാജയത്തിന് കയ്പുനീർ കുടിച്ചു. മത്സരിച്ച ഒരിടത്ത് പോലും ലീഡ് നേടാൻ കഴിയാത്തത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിഴിഞ്ഞത്ത് കപ്പലിൽ നിന്നും കപ്പലിലേക്ക് ഇന്ധനം ഒഴുകി. ആദ്യ ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വിജയം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ചരിത്രത്തിലാദ്യമായി കടലിൽ വെച്ച് കപ്പലിൽ നിന്നും കപ്പലിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ബോട്ടുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് മാർച്ച് 9 മുതൽ വിഴിഞ്ഞത്ത് തടഞ്ഞിട്ടിരിക്കുന്ന MV സോളിസ് എന്ന വിദേശ കപ്പലിലാണ് ഇന്ധനം കൈമാറിയത്.
തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ജിയോമാക്സ് ഷിപ്പിംഗ് സർവീസാണ് ഈ ദൗത്യം നിർവഹിച്ചത്. കൊച്ചിയിൽ നിന്നും 1,20,000 ലിറ്റർ ഇന്ധനവുമായി എത്തിയ MT ജനീസസ് എന്ന കപ്പൽ മുഖേനയാണ് ബങ്കറിംഗ് നടത്തിയത്. രാവിലെ 9 മണിയോടെ ആരംഭിച്ച നടപടികൾ വീണ്ടും 3/4 മണിക്കൂറുകൾ കൊണ്ട് വിജയകരമായി പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് 12:45 ഇന്ധനമെത്തിച്ച കപ്പൽ മടങ്ങി. ധ്വനി എന്ന ടഗിന്റെ അസിസ്റ്റന്റ് മറൈൻ എഞ്ചിനീയർ ശ്രീകുമാറാണ് സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ദ്രാവിഡക്കോട്ട തകർത്ത ദളപതി, തമിഴ്നാട്ടിൽ TVK തരംഗം. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കി. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകളിൽ മുന്നേറിക്കൊണ്ട് TVK വലിയ ഒറ്റകക്ഷിയായി. ഭരണകക്ഷിയായ DMK സഖ്യം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടപ്പോൾ ഉറച്ച കോട്ടയായ കൊളത്തൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ തോൽവി രാജ്യത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്.